നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക തൊഴിലാളി ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധം ശക്തമായി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളി കർഷക സംയുക്ത സമരസമിതി പ്രതിഷേധ ധർണ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. വടക്കന്തറ വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കുറഞ്ഞ നിരക്കിൽ യന്ത്രമെത്തിക്കാൻ നിറ. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. കർഷക തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ധർണ സംഘടിപ്പിച്ചു. ആവശ്യമായ പോരാട്ടത്തിന്റെ സമരാങ്കണത്തിൽ നിൽക്കുന്നവരെ ജീവിതകാലം മുഴുവൻ അന്തരാക്കുന്ന തോക്കുകൾക്ക് ഈ പ്രതിഷേധത്തെ തടഞ്ഞു നിർത്താനാകില്ല എന്ന് ഇന്നത്തെ ദേശീയ പ്രക്ഷോഭം പ്രിയപ്പെട്ടവരെ തെളിയിക്കുകയാണ്. ഈ പ്രക്ഷോഭം ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പൊളിച്ചതല്ല. നമുക്കറിയാവുന്നതുപോലെ 1990കളിൽ നവലിബറൽ നയങ്ങളുടെ തുടക്കം കുറിച്ച് ആദ്യ നാളുകളിൽ തന്നെ ഇതിന്റെ എല്ലാ വിനാശകരവുമായ പ്രത്യാഘാതങ്ങൾക്ക് മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരും ജീവിക്കുന്നതിനാവശ്യമായ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമാണ് ആക്രമണത്തിനിരയാവുക എന്നുള്ളതുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി ഒരുക്കിക്കൊണ്ട് 1991 നവംബർ മാസം മുതൽ ദേശീയ പ്രക്ഷോഭത്തിന് നമ്മൾ നേതൃത്വം നൽകി വരികയാണ്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളി കർഷക സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ CITU സംസ്ഥാന സെക്രട്ടറി CK ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. STU നേതാവ് MM ഹമീദ് അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി ചിന്നക്കുട്ടൻ, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, BKMU നേതാവ് സിദ്ധാർത്ഥൻ, HMS നേതാവ് രാമചന്ദ്രൻ, TUCC ഭാരവാഹി രാജേന്ദ്രൻ നായർ, നേതാവ് സിൻ ജോൺസൺ INLC, K ജയപാലൻ AITUC, K അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് റേഞ്ചും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൈകുന്നേരം 4:30 മണിയോടുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ട ബാഗിൽ നിന്നും 5 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. പിടിച്ചെടുത്ത കഞ്ചാവിന് 2.5 ലക്ഷത്തോളം രൂപ വില വരും. സംഭവത്തിൽ പാലക്കാട് എക്സൈസ് റേഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം പാലക്കാട് SI AP അജിത് അശോകിന്റെയും പാലക്കാട് റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സയ്യിദ് മുഹമ്മദിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ PT ബാലസുബ്രഹ്മണ്യൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM ഷിജു, ഹെഡ് കോൺസ്റ്റബിൾ N അശോക്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ ബെന്നി K സെബാസ്റ്റ്യൻ, ശ്രീകുമാർ വാക്കാട്, എക്സൈസ് ഡ്രൈവർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വടക്കന്തറ തിരുപുരാക്കൽ ഭഗവതി ക്ഷേത്രം വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. മാർച്ച് 8-നാണ് വലിയ വിളക്കുവേല. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന വേലയാണ് വടക്കന്തറ വലിയ വിളക്കുവേല. പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഭക്തജനങ്ങൾ വടക്കന്തറയിൽ എത്തിച്ചേരും. വേലയോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികളിലും ആയിരക്കണക്കിന് കലാസ്വാദകരും ഭക്തരുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സിനിമാ താരവും സുപ്രസിദ്ധ നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ താരനൃത്ത സന്ധ്യയോടെയാണ് വേലയുടെ വരവറിയിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. മാർച്ച് 6 വരെ സംഗീത നൃത്ത പരിപാടികൾ നടക്കും. കൂടാതെ മ്യൂസിക്കൽ ബാൻഡ്, സ്റ്റാർ സിംഗർ നൈറ്റ്, താരനൃത്തോത്സവം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. 2ാം വിളയുടെ കൊയ്ത്തിന് കുറഞ്ഞ നിരക്കിൽ യന്ത്രമെത്തിക്കാൻ ആലത്തൂർ നിയോജക മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി. നിറ ഹരിതമിത്ര സൊസൈറ്റി മുഖേന ചെയിനിലോടുന്ന കൊയ്ത്തു യന്ത്രങ്ങൾ മണിക്കൂറിന് 2300 രൂപ നിരക്കിലും, ട്രാക്ടർ ഗ്രിപ്പിലോടുന്ന യന്ത്രങ്ങൾ 1900 രൂപ നിരക്കിലും, ടയർ ലോടുന്നവ 1600 രൂപ നിരക്കിലും ലഭ്യമാക്കും. നെല്ലിലെ പതിര് വേർതിരിക്കുന്ന വിന്നോവർ 1000 രൂപ ദിവസ വാടകയ്ക്കും നൽകും. 50 യന്ത്രങ്ങളാണ് സജ്ജമാക്കിയത്. ഏജന്റുമാർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന യന്ത്രങ്ങൾക്ക് കർഷകരിൽ നിന്ന് ഉയർന്ന നിരക്ക് വാടകയായി വാങ്ങുന്നത് തടയുന്നതിന് KD പ്രസേനൻ MLA മുൻകൈയെടുത്ത് ആരംഭിച്ച നിറ പദ്ധതി മൂലം 7.5 വർഷമായി കൊയ്ത്തു യന്ത്രങ്ങളുടെ വാടക നിരക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. സ്വകാര്യ ഏജന്റുമാർ വലിയ വാടകയ്ക്ക് പുറമെ ബാറ്റ, ചായക്കാശ് എന്നീ പേരുകളിൽ അധിക തുക വാങ്ങുന്നത് പതിവാണ്. നിറയുടെ യന്ത്രങ്ങൾ ആവശ്യമുള്ള കർഷകർ മേഖലാ കോർഡിനേറ്റർമാരെ ബന്ധപ്പെടണം.
കിഴക്കഞ്ചേരി 1 വില്ലേജ് അബ്ദുൾ നാസർ 9961588496, കിഴക്കഞ്ചേരി 2 സുന്ദരൻ 8547130147, മംഗലം ഡാം ഗോപിനാഥ് 9447053263, വണ്ടാഴി സന്തോഷ് 9446639041, മുടപ്പല്ലൂർ മണിദീപം 9645132100, ചിറ്റിലഞ്ചേരി മോഹനൻ 9447889253, മേലർക്കോട് കണ്ണൻ 8714547940, കുനിശ്ശേരി സന്തോഷ് 9497124919, എരുമയൂർ മുരുകേശൻ 9605257667, കാട്ടുശ്ശേരി പ്രകാശൻ 9747620681, ആലത്തൂർ ശശി 9605723771, മഞ്ഞളൂർ നസീർ 9946302715, തേങ്കുറിശി കൃഷ്ണദാസ് 9847081561, ചിതലി മോഹൻദാസ് 8129474131. സൈലന്റ് വാലി വനാതിർത്തിയിൽ സൗരോർജ്ജ തൂക്കുവേലി 2ാം ഘട്ട നിർമ്മാണത്തിന് തുടക്കം. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ കോട്ടോപ്പാടം, കുമരംപുത്തൂർ പഞ്ചായത്തുകളിലെ മലയോരത്തെ രക്ഷിക്കാൻ സൈലന്റ് വാലി വനാതിർത്തിയിൽ 2ാം ഘട്ട സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണത്തിന് വനം വകുപ്പ് തുടക്കമിട്ടു. നബാർഡിൽ നിന്ന് 1,21,59,000 രൂപ ചെലവിട്ട് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കുരുത്തിച്ചാൽ മുതൽ അമ്പലപ്പാറ വരെ 16 കിലോമീറ്ററിലാണ് പ്രതിരോധ വേലി ഒരുക്കുന്നത്. ഇതിൽ 30 ഏക്കർ മുതൽ അമ്പലപ്പാറ വരെ 7 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യം തൂക്കുവേലി നിർമ്മിക്കുക. 53,22,000 രൂപയാണ് ഇതിന്റെ ചെലവ്. കാട്ടാനശല്യം അതിരൂക്ഷമായ കച്ചേരിപ്പറമ്പ് കൂടാതെ മുളകുവള്ളം, വെള്ളാരംകുന്ന്, കോട്ടാനി, കാഞ്ഞിരംകുന്ന്, കരടിയോട്, അമ്പലപ്പാറ തുടങ്ങിയ പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് ഇതുവഴി പരിഹാരമാകുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. 3ാം ഘട്ടത്തിലാണ് കുരുത്തിച്ചാൽ മുതൽ പൊതുവപ്പാടം വരെ വേലി സ്ഥാപിക്കുക. 68,37,000 രൂപയാണ് ചെലവ്. നേരത്തെ കുന്തിപ്പാടം മുതൽ പൊതുവപ്പാടം വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ സ്വകാര്യ സ്ഥലങ്ങളുടെ അതിരിനോട് ചേർന്ന് വനത്തിലൂടെ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് 3ാം ഘട്ട നിർമ്മാണവും നടത്തുക. ഇതോടെ പൊതുവപ്പാടം, കാരാപ്പാടം, പയ്യനടം, കുന്തിപ്പാടം പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിനും പരിഹാരമാകും. കൊണ്ടോട്ടി സ്വദേശിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 18 മാസമാണ് പ്രവൃത്തി പൂർത്തീകരണ കാലാവധി. സൈലന്റ് വാലി കാടുകളിൽ നിന്നെത്തുന്ന കാട്ടാനകളാണ് കോട്ടപ്പാടം, കുമരംപുത്തൂർ, അലനല്ലൂർ പഞ്ചായത്തുകളിലുള്ള വനയോര ഗ്രാമങ്ങളിൽ കൃഷിനാശം വരുത്തുന്നത്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ശല്യം താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. ആന ഇറങ്ങി എന്ന വിവരം ലഭിക്കുമ്പോൾ തന്നെ തിരുവിഴാംകുന്ന് സ്റ്റേഷന്റെ വനപാലകരും മണ്ണാർക്കാട് ദ്രുത പ്രതികരണ സേനയുമെല്ലാം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഫലം കാണുന്നത്. കാട്ടാനകൾ പ്രധാനമായും കാടിറങ്ങുന്ന വഴിയിൽ പ്രതിരോധ വേലി കൂടി സജ്ജമാകുന്നതോടെ കർഷകർക്ക് ഏറെ ആശ്വാസമാകും. സൗരോർജ്ജ വേലി 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ എസ് വിനോദ് നിർവഹിച്ചു. മണാർക്കാട് DFO അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പാടം പഞ്ചായത്ത് അംഗങ്ങളായ നൂറുൽ സലാം, KT അബ്ദുള്ള, റഷീദ പുളിക്കൽ, രാധാകൃഷ്ണൻ, കുമരംപുത്തൂർ പഞ്ചായത്ത് അംഗം D വിജയലക്ഷ്മി, മണാർക്കാട് റേഞ്ച് ഓഫീസർ N സുബൈർ, തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K സുനിൽകുമാർ, പൊതുപ്രവർത്തകരായ TK ഇപ്പു, സദക്കത്തുള്ള പടലത്തെ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കോൽ കയറ്റി വന്ന ടിപ്പറിന് അർദ്ധരാത്രി തീപിടിച്ചു. യാദൃശികമായി അതുവഴിത്തിയ പുതൂർ RRTയുടെ ഇടപെടലിൽ വാഹനത്തെയും അകത്തുണ്ടായിരുന്ന 6 പേരെയും രക്ഷിച്ചു. അട്ടപ്പാടി താവളം മുള്ളി റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രി 12:30 സംഭവം. ആലത്തൂരിൽ നിന്ന് വൈക്കോൽ കയറ്റി പുതൂർ ഭാഗത്തെ സ്വകാര്യ കാലി ഫാമിലേക്ക് വരികയായിരുന്നു ടിപ്പർ. കാട്ടാന ഇറങ്ങി എന്ന ഫോൺ വിളി വന്നതിനെ തുടർന്ന് പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബൊമ്മിയാംപടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു RRT സംഘം. തീ പിടിച്ചതറിഞ്ഞ് ലോറിയിലുണ്ടായിരുന്ന 3 പേർ ചാടി പുറത്തിറങ്ങി. ഡ്രൈവറും മറ്റു 2 പേരും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുന്ന സമയത്താണ് ഇവരെത്തിയത്. വിജനമായ റോഡിൽ എപ്പോഴും കാട്ടാന ഇറങ്ങുന്ന സ്ഥലത്താണ് വാഹനത്തിന് തീ പിടിച്ചതെന്ന് ആശങ്ക വർദ്ധിപ്പിച്ചു. ഡ്രൈവർ സംയമനം വിടാതെ ടിപ്പറിന്റെ പിൻഭാഗം പൊക്കിയ ശേഷം വാഹനം മുന്നോട്ടോടിച്ചു. കത്തുന്ന വൈക്കോൽ റോളുകൾ RRT സംഘം ഉൾപ്പെടെ വലിച്ചു താഴെയിട്ടു. 1 മണിക്കൂർ ശ്രമിച്ചാണ് ദുരന്തം ഒഴിവാക്കിയത്. പിന്നീട് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച്
നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം മോട്ടോർ വാഹന വകുപ്പ് മെയ് മുതൽ നടപ്പാക്കിയിരിക്കും. ഇതനുസരിച്ചുള്ള പരിശോധനാ കേന്ദ്രങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണോ സർക്കാരാണോ ഒരുക്കേണ്ടതെന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. പരിഷ്കാരം സംബന്ധിച്ച് നിർദ്ദേശം അറിയിക്കാൻ ചുമതലപ്പെടുത്തിയ 10 അംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പഴയതുപോലെ എച്ചെടുത്ത് ഇനി കാർ ലൈസൻസുമായി പോകാനാകില്ല. കയറ്റവും ഇറക്കവും റിവേഴ്സ് പാർക്കിംഗും ഒക്കെയുള്ള മാതൃകയാണ് ഒരുക്കിയിരിക്കുന്നത്. സമാന്തര പാർക്കിംഗ്, ആംഗുലാർ പാർക്കിംഗ് തുടങ്ങിയവയും ഉണ്ട്. ടേണിംഗ് റേഡിയസ് കുറഞ്ഞ വണ്ടിയും പരിശോധിച്ചാണ് പുതിയ രീതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംവിധാനങ്ങളെല്ലാം മൈതാനത്ത് ഒരുക്കണം. ഇത് വിശദീകരിക്കാനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. പുതിയ രീതി ഉടൻ നടപ്പാക്കുമെന്നും അറിയിച്ചു. പരിശോധനാ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്ന് സ്കൂളുകാരോട് നിർദ്ദേശിച്ചിരുന്നു. ചിലർ സമ്മതിച്ചെങ്കിലും ചെലവോർത്ത് അവരിപ്പോൾ ആശങ്കയിലാണ്. നിലവിലെ പരിശോധനാ രീതി അനുസരിച്ച് ഏത് മൈതാനത്തും എച്ച് എടുപ്പിക്കാം. എന്നാൽ പരിഷ്കരിച്ച രീതിയിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണം. ഇതൊരുക്കാൻ 3 മുതൽ 5 വരെ ലക്ഷം രൂപ ചെലവാകുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. സംസ്ഥാനത്ത് 86 ഡ്രൈവിംഗ് പരിശോധനാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഇതിൽ 10 മോട്ടോർ വാഹന വകുപ്പിന്റേതായുള്ളൂ. മറ്റിടങ്ങളിൽ പൊതുസ്ഥലങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ഥിരം സംവിധാനം ഒരുക്കാൻ സാധിക്കുകയുമില്ല. അവിടങ്ങളിൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും. പാലക്കാട് നഗരം സമ്പൂർണ്ണ ക്യാമറ നിരീക്ഷണത്തിലേക്ക്. നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി 177 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇതിൽ 68 എണ്ണം AI ക്യാമറകളാണ്. കൊച്ചി കപ്പൽശാലയുടെ CSR ഫണ്ടിൽ നിന്ന് 76 ലക്ഷം രൂപ ചെലവഴിച്ച് പാലക്കാട് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമറ സ്ഥാപിച്ചത്. SP ഓഫീസിലുള്ള പോലീസ് കൺട്രോൾ റൂമിലെ മോണിറ്ററിൽ ദൃശ്യങ്ങൾ തത്സമയം കാണാനാവും. കൃത്യമായ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയുന്നതുൾപ്പെടെ ഉന്നത നിലവാരമുള്ള ക്യാമറകളാണിത്. ഈ ഡിജിറ്റ് കമ്പനിയാണ് ക്യാമറ സ്ഥാപിച്ചതും സാങ്കേതിക സഹായം നൽകുന്നതും. ആധുനിക ഫൈബർ കേബിളുകളാണ് ക്യാമറയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനാൽ തടസ്സങ്ങളില്ലാതെ ദൃശ്യങ്ങൾ കാണാനാകും. തടസ്സമുണ്ടായാൽ പരിഹരിക്കാൻ സാങ്കേതിക വിദഗ്ധരും സജ്ജമാണ്. ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനും സൗകര്യമുണ്ട്. പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് 2017-20 കാലയളവിൽ കൊച്ചി കപ്പൽശാലയുടെ ഡയറക്ടർ ആയിരിക്കെയാണ് പാലക്കാട് നഗരസഭയുടെ ആവശ്യപ്രകാരം CSR ഫണ്ട് ലഭ്യമാക്കിയത്. നിലവിൽ ക്യാമറകളെല്ലാം പ്രവർത്തന സജ്ജമാക്കി ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. കാർഷിക വൃത്തിയിൽ വിളവ് വർദ്ധിപ്പിക്കാൻ ജലസേചന വകുപ്പിനെ കൂടുതൽ പ്രയോജനകരമായി മാറ്റുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 17.717 കോടി രൂപ ചെലവിൽ പെരുവെമ്പ് ഗ്രാമപഞ്ചായത്തിലെ വടകരപ്പതിക്ക് സമീപം നിർമ്മാണം പൂർത്തീകരിച്ച റെഗുലേറ്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ KSEB ഡയറക്ടർ B. മുരുകദാസ്, KIADC ചീഫ് എഞ്ചിനീയർ S. തിലകൻ, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത, പെരുവെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഹംസ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ആഡംബര വാഹനങ്ങളുമായി നിരത്തിലിറങ്ങി വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം. സ്കൂൾ വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷം അതിരുവിട്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷം. തൃത്താലയിൽ വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. തൃത്താല പരിതൂർ നാടപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെന്റ് ഓഫ് ആഘോഷത്തിനെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വാഹനങ്ങളുമായി നിരത്തിൽ ഇറങ്ങുകയും തിരക്കുള്ള റോഡിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയുമായിരുന്നു. ആഡംബര വാഹനങ്ങളുമായാണ് വിദ്യാർത്ഥികൾ നിരത്തിലിറങ്ങി അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തൃത്താല പോലീസ് വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തു. 3 ആഡംബര കാറുകൾ, 1 ജീപ്പ്, ബൈക്കുകൾ എന്നിവയും പിടിച്ചെടുത്തു. മുതിർന്നവരുടെ അറിവോടെയാണോ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ നിരത്തിലിറക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ.
സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മാലിന്യം നിറഞ്ഞ് കനാൽ നശിക്കുന്നു, കൃഷിക്ക് ജലമൊഴുക്കാനും തടസ്സം. പാലക്കാട് നഗരസഭ 52-ാം വാർഡിൽ കോപ്പറേറ്റീവ് കോളേജിന് പിന്നിലുള്ള ജലസേചന വകുപ്പിന്റെ കനാൽ മാലിന്യം കുന്നുകൂടി നശിക്കുന്നു. വശങ്ങൾ തകർന്നു. കനാലിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ പലരും വലിച്ചെറിയുന്നുണ്ട്. മലമ്പുഴയിൽ നിന്നുള്ള കൃഷി ആവശ്യത്തിനുള്ള ജലം ഈ കനാൽ വഴിയാണ് ഒഴുക്കാറ്. മാലിന്യം കുന്നുകൂടിയതോടെ വെള്ളം ഒഴുകുന്നില്ല. മലിനജലം റോഡിലേക്കും സമീപത്തെ വീടുകളുടെ മുറ്റത്തേക്കും വരെ ഒഴുകിയെത്തിയിട്ടും നടപടിയില്ല. കനാലിന് മുകളിലെ പാലവും അപകട ഭീഷണിയിലാണ്. ഇതിലൂടെ ഭാരവാഹനങ്ങൾ പോകുന്നത് അപകടമാണെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. മാലിന്യം പെരുകിയതോടെ ദുർഗന്ധവും കൊതുകുശല്യവും രൂക്ഷമായി. നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വന്യമൃഗശല്യം രൂക്ഷമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കർഷകർക്ക് പ്രശ്നപരിഹാരം. കോട്ടോപ്പാടം, കുമരംപുത്തൂർ പഞ്ചായത്തുകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള ഹാങ്ങിങ് സോളാർ ഫെൻസിംഗിന്റെ പ്രവൃത്തികൾ മണ്ണാർക്കാട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കുർത്തിച്ചാൽ മുതൽ പൊതുവപ്പാടം വരെയുള്ള 9 കിലോമീറ്റർ, 30 ഏക്കർ മുതൽ തിരുവിഴാംകുന്ന് അമ്പലപ്പാറ വരെയുള്ള 7 കിലോമീറ്ററും ആകെ നിലവിൽ 16 കിലോമീറ്റർ ദൂരത്തിൽ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ഹാങ്ങിങ് സോളാർ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രവൃത്തികളുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൾ ലത്തീഫിന്റെ അധ്യക്ഷതയിൽ സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ് IFS ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ N. സുബൈർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൂറുൽ സലാം, KT അബ്ദുള്ള, റഷീദ പുളിക്കൽ, രാധാകൃഷ്ണൻ, കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VJ ലക്ഷ്മി, സ്ഥലത്തെ കർഷക പ്രതിനിധി TK ഇപ്പു എന്നിവർ പങ്കെടുത്തു. തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. സുനിൽകുമാർ നന്ദി പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ അമ്പലപ്പാറയിൽ നിന്നും കാപ്പുപറമ്പ്, പൊൻപാറ, ഉപ്പുകുളം ഭാഗങ്ങളിലേക്കും ഫെൻസിംഗ് നീട്ടുന്നതോടെ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വന്യമൃഗശല്യം വലിയ തോതിൽ കുറയ്ക്കാൻ ആകുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതിന് ആവശ്യമായ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വനംവകുപ്പ് അറിയിച്ചു. വീടുകളിൽ പാഴ്വസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേന വീടുകളിൽ കയറി മോഷണം നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. 2-3 സ്ത്രീകൾ ഒരു കുപ്പിയോ ഇരുമ്പിന്റെ കഷ്ണമോ ആയി വീട്ടിലേക്ക് എത്തും. ഇത് പിന്നീട് വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ വെക്കും. കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബെൽ അമർത്തും. ആരെങ്കിലും വാതിൽ തുറന്നാൽ ആക്രിക്ക് നല്ല വില തരാമെന്ന് പറഞ്ഞ് വീടിന്റെ പിൻവശത്തേക്ക് കൊണ്ടുപോകും. ഈ സമയം ബാക്കി സ്ത്രീകൾ വീടിനകത്ത് കിടന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കുമെന്നും പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഇത്തരത്തിൽ 2 പവൻ സ്വർണമാണ് നഷ്ടമായതെന്നും അപരിചിതർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. പാലക്കാട് എറണാകുളം മെമു പൊള്ളാച്ചി വരെ നീട്ടുന്നതിനുള്ള തടസ്സം നീങ്ങുന്നു. ട്രെയിൻ പൊള്ളാച്ചിയിലേക്ക് നീട്ടണമെങ്കിൽ ബോഗികൾ എറണാകുളത്തെത്തുമ്പോൾ വൃത്തിയാക്കണം.
മെമു ട്രെയിനുകളുടെ ചുമതല ഇലക്ട്രിക്കൽ വിഭാഗത്തിനായതിനാൽ വൃത്തിയാക്കുന്ന ജോലി ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു മെക്കാനിക്കൽ വിഭാഗം. ഇലക്ട്രിക്കൽ വിഭാഗവും മെക്കാനിക്കൽ വിഭാഗവും തമ്മിലുള്ള ശീതസമരം മൂലം ട്രെയിൻ നീട്ടാനുള്ള ശുപാർശയിൽ തീരുമാനം വൈകുന്നത് സംബന്ധിച്ച് മനോരമ ഓൺലൈൻ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. ട്രെയിൻ എറണാകുളത്ത് വൃത്തിയാക്കാമെന്ന് കാണിച്ച് തിരുവനന്തപുരം ഡിവിഷൻ പാലക്കാട് ഡിവിഷന് കത്ത് നൽകി. വൈകാതെ മെക്കാനിക്കൽ വിഭാഗം കരാർ ക്ഷണിക്കും. ഉച്ചയ്ക്ക് 2:45 എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 6:35 പാലക്കാട് എത്തുന്നത്. വൈകിട്ട് 4 ശേഷം പൊള്ളാച്ചി പാതയിൽ ട്രെയിൻ ഇല്ലെന്ന പ്രശ്നത്തിന് മെമു നീട്ടുന്നത് വഴി പരിഹാരമാകും. പഴനി വരെ സർവീസ് നടത്താൻ സമയമുണ്ടെങ്കിലും പാലക്കാട് ഡിവിഷൻ അത് പരിഗണിച്ചിട്ടില്ല. രാത്രി 7:45 പൊള്ളാച്ചി എത്തുന്ന ട്രെയിൻ 8:45 പഴനി എത്തിക്കാൻ കഴിയും. തിരികെ പഴനി നിന്ന് പുലർച്ചെ 5 പുറപ്പെട്ടാൽ പതിവ് സമയമായ 7:20 പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെടാൻ കഴിയും. ഇനി ആരോഗ്യം. ഭക്ഷണത്തിന് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉൾപ്പെടുത്തിയുള്ള ആരോഗ്യകരമായ ഡയറ്റ് പിന്തുടരുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രായമാകുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം സ്വാഭാവികമായി കുറയാൻ തുടങ്ങും. ഇത് ഡിമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നു. അതിനാൽ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന പോഷകങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ബ്ലൂബെറി ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ ബ്ലൂബെറി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ സിയുടെ മികച്ച സ്രോതസ്സാണ് ഓറഞ്ച്. ഇടത്തരം വലിപ്പമുള്ള ഒരു ഓറഞ്ച് കഴിച്ചാൽ മതി. നിങ്ങളുടെ ഒരു ദിവസം ആവശ്യമായ മുഴുവൻ വിറ്റാമിൻ സിയും ലഭിക്കും. മാത്രമല്ല ഉത്കണ്ഠ, വിഷാദരോഗം, സ്കീസോഫ്രീനിയ, അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാനും വിറ്റാമിൻ സി സഹായകരമാണ്. ആരോഗ്യകരമായ കൊഴുപ്പിന് പുറമെ വിറ്റാമിൻ കെ, ഫോളേറ്റ് എന്നിവയും അവോക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നു. വിറ്റാമിൻ കെയുടെ മികച്ച സ്രോതസ്സാണ് ബ്രോക്കോളി. തലച്ചോറിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ വിറ്റാമിൻ കെ സഹായിക്കും. വിറ്റാമിൻ കെ ഉയർന്ന അളവിൽ കഴിക്കുന്നത് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും നല്ലതാണ്. വാൾനട്ട്, ബദാം തുടങ്ങിയ നട്ട്സ് ആരോഗ്യകരമായ കൊഴുപ്പുകളുടെയും വിറ്റാമിൻ ഇയുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും കലവറയാണ്. ഈ പോഷകങ്ങൾ സമ്മർദ്ദങ്ങളിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക തൊഴിലാളി ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധം ശക്തമായി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളി കർഷക സംയുക്ത സമരസമിതി പ്രതിഷേധ ധർണ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. വടക്കന്തറ വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കുറഞ്ഞ നിരക്കിൽ യന്ത്രമെത്തിക്കാൻ നിറ. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.